പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന സ്ഥാപിച്ച വിശുദ്ധമായ ദിനമാണ് ഈ പെസഹ വ്യാഴാഴ്ച. നോക്കിയേ, ഇന്ന് കാലത്ത് പരിശുദ്ധ കുർബാനയിലും പ്രദക്ഷിണത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ യൂണിറ്റോ അല്ലെങ്കിൽ സംഘടനയൊക്കെ ആയിട്ട് 1 മണിക്കൂർ മിനിമം പ്രാർത്ഥിക്കണം. നമ്മുടെ പൊതു ആരാധനയിൽ അത് 5, 6 തൊട്ട് 7 വരെയാണെങ്കിൽ അങ്ങനെ, 7 തൊട്ട് 8 വരെയാണെങ്കിൽ അങ്ങനെ, 8 തൊട്ട് 9 വരെയാണെങ്കിൽ അങ്ങനെ. എങ്ങനെയാണ് ഇടവകയിൽ ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ നിർബന്ധമായിട്ട് ഇടവക പള്ളിയിൽ പൊതു ആരാധന ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കണം. ചുരുങ്ങിയത് ഇന്ന് ദേവാലയത്തിൽ 3-4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. കാരണം ഈശോ നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് നൽകിയ വിലയാണ് പരിശുദ്ധ കുർബാന. 2 കാര്യങ്ങളാണ് നമുക്കറിയാലോ അല്ലേ. 2 കാര്യങ്ങളാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ച. 1, പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. 2, പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യാനായിട്ടുള്ള പൗരോഹിത്യം സ്ഥാപിച്ചു. ലോകാവസാനം വരെ പരിശുദ്ധ കുർബാന ഏറ്റവും അമൂല്യമായ സമ്പത്താണ്. ഇനി അത് പരികർമ്മം ചെയ്യാനായിട്ട് ദൈവം ചില വ്യക്തികളെ നിയോഗിച്ചു. അതാണ് പൗരോഹിത്യം. അപ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പൗരോഹിത്യം സ്ഥാപിച്ചു. നമുക്ക് പരിശുദ്ധ കുർബാനയോടുള്ള ആരാധനയുണ്ടാകട്ടെ. പൗരോഹിത്യത്തോടുള്ള വലിയൊരു സ്നേഹം, അതായത് പൗരോഹിത്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, അത് ഏതെങ്കിലുമൊക്കെ അച്ഛന്മാർ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ചെയ്തു എന്ന് പേരിൽ ആ സ്നേഹം പോവില്ല. പൗരോഹിത്യത്തോടാണ്, അതായത് വ്യക്തികളോട് എന്തിനേക്കാൾ പൗരോഹിത്യത്തോട് സ്നേഹം ഉണ്ടാകാൻ, പൗരോഹിത്യത്തോട് സ്നേഹമുള്ള വ്യക്തികളിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത, ദൈവം അവരുടെ നെഞ്ചോട്, ഹൃദയത്തോട് ചേർന്ന് നിർത്തും. പൗരോഹിത്യത്തോട് സ്നേഹമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതം വീണു കഴിഞ്ഞാൽ അതുപോലെ നെഞ്ചുരുകി പ്രാർത്ഥിക്കുക വരും. ഞാൻ കണ്ടിട്ടുണ്ട് പൗരോഹിത്യത്തോട് സ്നേഹമുള്ള വ്യക്തികളാണെങ്കിൽ. ഞാൻ ഇപ്പോഴൊന്നുമല്ല, പട്ടം കിട്ടിയ സമയത്ത് ഞാൻ പാൻറ്റും പിന്നെ ഒരു ജുബ്ബി ഇട്ടിട്ട് എന്തൊരു യാത്രയ്ക്ക് പോയതാണ്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് അറിയാം അദ്ദേഹത്തിന്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛൻ എന്ത് പരിപാടി കാണിക്കണേ? ഇത്രയും നാൾ പരിശീലിച്ച് അച്ഛന് ഉടുപ്പ് നൽകിയിട്ട് ആ ഉടുപ്പ് മാറ്റിയിട്ട് ഈ ജുബ്ബിയിട്ട് നടക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അന്ന് തുടങ്ങി. എത്ര വർഷമായി ഞാൻ പിന്നെ ഉടുപ്പിലേക്ക് മാറി. മാത്രമല്ല, അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഉടുപ്പൊക്കെ കഴുകുക എന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ കഴുകി തരാൻ പറ്റുമോ? ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ ചെയ്യുക അച്ഛാ, എന്നാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത്യാവശ്യ സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ പുള്ളി കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് പങ്കാളിയോട് പറഞ്ഞു ചിലപ്പോൾ ഉടുപ്പൊക്കെ കഴുകിക്കൊണ്ട് വരും. അപ്പോൾ ഞാൻ പറയുന്നത് അതൊരു സ്നേഹമാണ്, പൗരോഹിത്യത്തോടുള്ള ഒരു സ്നേഹം. നമുക്ക് അങ്ങനെ പൗരോഹിത്യത്തോടുള്ളൊരു, അതൊരു വ്യക്തിപരമായ ഫ്രണ്ട്ഷിപ്പ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതല്ല. ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിക്കോട്ടെ, പക്ഷെ പൗരോഹിത്യത്തോടുള്ള സ്നേഹം ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത്തരത്തിലുള്ള ഈ പൗരോഹിത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പൗരോഹിത്യത്തെ സ്നേഹിക്കാനായിട്ടുള്ളൊരു കൃപയ്ക്ക് വേണ്ടി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗരോഹിത്യത്തെ സ്നേഹിക്കുക എന്നുള്ളത്, അച്ഛന്മാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. അത് വേണമെങ്കിൽ ആയി കുഴപ്പമില്ല, നല്ലതൊക്കെയാണ്. പക്ഷെ പൗരോഹിത്യത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഈശോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കിടക്കുന്ന സാധനമാണ് പൗരോഹിത്യത്തോടുള്ള സ്നേഹം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 6:51, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വിശുദ്ധ മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അടർത്തി മാറ്റരുത്. അടർത്തി മാറ്റുന്ന സമയം തന്നെ എന്തോ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ തകരുന്നു. നമ്മുടെ ജീവിതം ഇന്ന് ശൂന്യമാണെങ്കിൽ സഹോദരങ്ങളെ, ആദ്യം പരിശുദ്ധ കുർബാനയെ പിശാച് നമ്മിൽ നിന്ന് അകറ്റി. അതിനൊരു റൂട്ടുണ്ട്. ആദ്യം ഒരു പുരോഹിതനായിട്ട്, വികാരിച്ചനായിട്ടോ അല്ലെങ്കിൽ ഒരു പുരോഹിതനായിട്ട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സമർപ്പിതയായിട്ട് വഴക്കുണ്ടാക്കി. അതിനുശേഷം എന്തായി? പരിശുദ്ധ കുർബാനയിൽ നിന്ന് അവൻ നമ്മെ പിശാചെ തന്ത്രപൂർവം നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ, ദൈവമേ, ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം ഉണ്ടാകണം, പൗരോഹിത്യത്തെ സ്നേഹിക്കാനുള്ള കൃപയുണ്ടാകണം. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എന്നേക്കും. ആമേൻ.